യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരത്ഭുതം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ അനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ നാം പലപ്പോഴും അത് മറച്ചു വെക്കാറുണ്ട്. ദൈവം ചെയ്തത് പരസ്യമായി പറയുവാൻ നാം തയ്യാറാകണം. ഈ പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് കുറച്ച് കാശ് ഒരാൾക്ക് ഞാൻ കൊടുക്കാനുണ്ടായിരുന്നു. കൃത്യം 1 മണിയാകുമ്പോൾ ആ വ്യക്തി എന്നെ വിളിക്കും. അപ്പോൾ തന്നെ എനിക്ക് ലഭിക്കേണ്ട പണം ഈ പ്രഭാതത്തിലുണ്ടായിരുന്നു. തരേണ്ട ആ വ്യക്തിയെ ഞാൻ വിളിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, നാളെ എനിക്കത് തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യം ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞു, 12:45 ആകുന്നു. എൻ്റെ മുൻപിൽ സാധ്യതകളൊന്നുമില്ല. മറ്റാരോടും എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു വചനം ആരോ എഴുതിയിട്ടിരിക്കുന്നു: ഇന്ന് പകൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറക്കും. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഞാൻ അപ്പോൾ തന്നെ അതിനൊരു ആമേൻ പറഞ്ഞു. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. 12:58 ആകാൻ പോകുന്നു. ഞാൻ ദൈവത്തോട് എൻ്റെ റൂമിൽ കയറി കരം ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു വഴിയും എൻ്റെ മുൻപിലില്ല. എന്താണ് ഈ സിറ്റുവേഷനിൽ ഞാൻ ചെയ്യേണ്ടത്? 1 മണിയാകാൻ പോകുന്നു, 2 മിനിറ്റ് ബാക്കിയുണ്ട്. 58 ആയപ്പോൾ ആ സെക്കൻഡിൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. ഞാൻ എൻ്റെ റൂമിൽ കയറി വലിയ വായിൽ കരയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നോക്കുക, ആ സെക്കൻഡിൽ 1 മണിയായപ്പോൾ 1:01 എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വേണ്ട തുകയുടെ എത്രയോ ഇരട്ടി എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ ഇടയായി. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന നിങ്ങളും, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആകാശം ചായ്ച്ചിറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ആത്മപ്രേരണയാൽ ആ ഫേസ്ബുക്കിൽ സാധാരണ ഒരുപാട് കാര്യങ്ങൾ പലരും എഴുതിയിടും. നമ്മൾ വിചാരിക്കുന്നത് ചുമ്മാതെ എഴുതിയിടുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മപ്രേരണയാലാണ് നിങ്ങൾ ഒരു കാര്യം എഴുതിയിടുന്നത്. ആത്മപ്രേരണയാലാണ് നിങ്ങളൊരു വചനം പറയുന്നത്. നിങ്ങൾ എന്നിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ആത്മപ്രേരിതമാണെങ്കിൽ അതിനകത്തൊക്കെ ചലനങ്ങളും വിടുതലുകളും 100% സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതമാണ്. ഇന്ന് പകലിലും ഏത് ചെങ്കടലിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളുമായിരുന്നാലും അവിടെ വഴി തുറക്കാൻ, ചെങ്കടലിനെ വേർതിരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാനും നിങ്ങളും ഇന്ന് പകലും സേവിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളും ഈ പകൽ തിരിച്ചറിയണം. ഏത് രേഖയാണെങ്കിലും അതിനെ തിരുത്താൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകലും ജീവിക്കുന്നു. മന്ന മരുഭൂമിയിൽ പൊഴിയിച്ച ഒരു ദൈവത്തെ സേവിക്കുന്നു. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കും. ഇത് അനേകർക്ക് ഒരു വിടുതലായി തീരട്ടെ ഈ സാക്ഷ്യമെന്ന് ഞാൻ ആത്മാർത്ഥമായി തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.